വന്നിട്ട് കംപ്ലൈന്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് പിന്നെ റോക്കി ബായി പോലെ എങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം? എങ്ങനെയാണ് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്? നാണമില്ലടാ നിനക്കൊക്കെ. നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ. ഇത് ഞാൻ ഈ മാക്കാനെ പിടിച്ച കരിവീപ്പേലിട്ട് പെരട്ടിയെടുക്കണ ശരിയാണ്. റോഷ്ന ഈ ഒരു യദുവിനെ തിരിച്ചറിഞ്ഞു. റോഷ്ന അത് പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അതാ ഞാനും പറയാത്തത്. പുറത്തു വരികയാണ് കൃത്യമായ ആ റൂട്ടിലുണ്ടാകുന്ന യദു ആണെന്ന്. ആ തെളിവുകൾ പുറത്തു വരുമ്പോഴും ഭയങ്കര മോശമായിട്ടാണ് യദു പ്രതികരിക്കുന്നത്. അപ്പോൾ തെളിവുകളടക്കം ചന്തമറി ഇറക്കിയിട്ടുണ്ടല്ലോ. സോളമനെതിരെ ജോണിക്കുട്ടി 10 കൽപ്പനകൾ ഇറക്കിയിരിക്കല്ലേ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഇന്നലെ കോൺഫറൻസ് കോളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിയിട്ട് വാ. ഞാൻ ചോദിച്ചത് ആകെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് താങ്കളുടെ വാഹനമാണോ? ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല് മനുഷ്യനെ നമുക്ക് ഭ്രാന്തനാക്കാം, പക്ഷെ ഒരു ഭ്രാന്തനെ പിന്നെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? നിന്റെ തന്തയുടെ വകയാണോ ഈ വണ്ടി? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മോശമായിപ്പോയി. തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ